നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന ദൈവം നമ്മെ കാണുന്ന ദൈവമാണ്. വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട്, അത്ര ഇന്നത്തെ ദൂത് അവിടുന്ന്. ഹല്ലേലൂയ. വലിയ പുരുഷാരം യേശുവിന്റെ അടുക്കൽ വരുന്നത് ആര് കണ്ടു? യേശു കണ്ടു. വലിയ പുരുഷാരം തന്നെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക. അവരുടെ സാഹചര്യങ്ങളെ കർത്താവിന് മനസ്സിലായി. കർത്താവ് അവരെ അത് കണ്ടിട്ടാണ് അവർക്ക് ആഹാരത്തിന്റെ ക്രമീകരണം വേണമെന്ന് പറയുന്നത്. ഇന്ന് പകൽ ദൈവാത്മാവ് സംസാരിക്കുന്ന ആലോചന, നമ്മുടെ ദൈവം നമ്മെ കാണുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മെ കാണുന്ന ദൈവമാണ്. ഈ സത്യം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം ഈ സത്യമാണ്. യേശു കർത്താവ് തന്നെ പറഞ്ഞു, യോഹന്നാൻ 8 പറയുന്നു, 8:32 പറയുന്നു, സത്യം അറിയേ സത്യം നിങ്ങളെ. ഒരു കാര്യത്തെക്കുറിച്ച് യഥാർത്ഥ സത്യം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. കർത്താവിന്റെ വചനത്തിന്റെ സത്യം നമ്മുടെ അകത്തൊന്ന് തിരിച്ചറിയപ്പോ നമ്മൾ ഇന്ന് പ്രസംഗിക്കുന്നതിനാണെന്നറിയാം, നിങ്ങൾ ആ സത്യം ഒന്ന് തിരിച്ചറിയാനാ. അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വിടാൻ വേണ്ടി അല്ല. പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താം. സത്യം കൂടെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചു വിടുമ്പോൾ അതൊരു വലിയ വിടുതലാണ്. സത്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വതന്ത്രരാക്കുന്നത്. സത്യമാണ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇന്ന് വീട്ടിലോട്ട് ചെല്ലുന്നു, നിങ്ങളുടെ സ്വന്തം വീടാന്ന് ചിന്തിച്ചോ, അല്ലെങ്കിൽ നമ്മൾ വാടക വീടായാലും നമ്മളിപ്പോ തക്കാലത്ത് ഒരു വർഷത്തേക്ക് എഴുതി വെച്ചേക്കുന്ന വീടാന്ന് വെച്ചു, അല്ല നമ്മുടെ വീട്ടിലോട്ട് ചെന്നു. ആരുമില്ലാത്ത പരിചയമില്ലാത്ത ഒരാൾ വഴിപോക്കൻ വന്നിട്ട് പറയാ ഇതെന്റെ വീടാ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? അയ്യോ പാവം, നിങ്ങളുടെ വീടാണോ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് തെറ്റിപ്പോയതാ എന്ന് നമ്മൾ ആരെങ്കിലും പറയോ? സത്യം അവൻ പറഞ്ഞതാണോ? നമുക്കറിയാവുന്നതാണോ സത്യം? ഏതാ സത്യം? സത്യം എന്തോ? ഇത് നമ്മുടെ വീടാ. ആ സത്യം ഇതേപോലെ വചനത്തിന്റെ, ദൈവവചനത്തിന്റെ മർമ്മത്തിന്റെ ചില സത്യമുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയാത്തിടത്തോളം കാലം നമുക്ക് ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റത്തില്ല. അയ്യോ എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ, ആരും എന്നെ കാണുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചോണ്ടിരുന്ന അങ്ങനെ ഇരിക്കത്തുള്ളൂ. സത്യം എന്ന് പറയുന്നത് നിന്നെ കാണുന്ന ഒരു ദൈവമായി കർത്താവ്. നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന ദൈവം നിന്നെ അറിയുന്ന, നിന്നെ കാണുന്ന ദൈവമാണ്. ഇന്നിവിടെ വന്നിരിക്കുന്ന സകലരെ തൊട്ട് ദൂത് പോലെ ഞാൻ പറയാണ്, ഒരു ദൂത് പറയാം. പക്ഷേ ഇന്ന് എന്നോട് എന്തോ ഒരു ആദ്യ ദൂത് പറയാം. ആദ്യ ദൂത് പറയാം, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ അവസ്ഥ എന്തുമായിക്കോട്ടെ, നിന്നെ കാണുന്ന ദൈവമുണ്ട്. നാം ആരാധിക്കുന്ന ദൈവം, നാം പ്രാർത്ഥിക്കുന്ന ദൈവം മറഞ്ഞിരിക്കുന്ന ദൈവമല്ല, കണ്ണുണ്ടെങ്കിലും കാണാത്ത ദൈവമല്ല, നിന്നെ കാണുന്ന ദൈവമാണ്. അതിനർത്ഥം ജീവനുള്ള ദൈവം. ഇനി സത്യം നിങ്ങൾ അകത്തോട്ട് തിരിച്ചു ഇറങ്ങിയാൽ നിങ്ങൾ വിടുവിക്കപ്പെടും. ആ സത്യം എങ്ങനെയാണെന്നറിയാമോ? ഇപ്പൊ മാത്രം കേട്ടിട്ട് പോയാ, ഇപ്പൊ കേട്ടാ പിന്നെ വീണ്ടും മറന്നു. ഇപ്പൊ ഒരു ആവേശം ഉണ്ടാവും. അത് ആത്മാവിൽ വെളിപ്പാടായിട്ട് അകത്തോട്ട് കയറണം. ഒരു സത്യം എന്താ? ആ സത്യം ദൈവം നിന്നെ കാണുന്ന ദൈവമാണ്. വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ പ്രതിസന്ധി ഉണ്ടായാൽ ഇപ്പൊ നമുക്ക് തോന്നാം, പാസ്റ്റർ പറഞ്ഞു കാണുന്ന ദൈവം, കാണുന്ന ദൈവം. ശരിയാ, ഇപ്പൊ നിങ്ങൾക്കൊരു മനസ്സിലായി. പക്ഷെ വെളിപ്പാടായിട്ട് ഹൃദയത്തിലോട്ട് കയറിയില്ലെങ്കിൽ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ പ്രതിസന്ധി കാണുമ്പോൾ എന്നെ ആരും കാണുന്നില്ലല്ലോ, എന്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ. അല്ല, അവിടെ നിന്നോട് പറയണ്ട, നീ പറയുന്ന അല്ല പിശാച സത്യം. സത്യം എന്നെ കാണുന്ന ദൈവമാണ്. ഇന്ന് ചില സത്യങ്ങൾ ചിലർ തിരിച്ചറിയാൻ പോവുക. സൗഖ്യം ഉണ്ടെന്ന് യേശുവിന്റെ വചനം പറഞ്ഞെങ്കിൽ സൗഖ്യമുണ്ട്. കർത്താവ് നിന്നോട് എന്താ പറഞ്ഞ അതാണ് സത്യം. കർത്താവിന്റെ വചനം എന്ത് പറയുന്നു അതാണ് സത്യം. ഒന്നാരാധിശത്തിനവൻ ജയം പ്രാപിച്ചു. ചിലരിന്ന് സത്യം തിരിച്ചറിയാൻ പോവുക. സത്യം അറിയും, സത്യം നിന്നെ സ്വതന്ത്രരാക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സത്യം എന്ത് ചെയ്യാ? അറിയാം. സത്യം നമ്മൾ എന്ത് ചെയ്യും?
സത്യം അറിഞ്ഞില്ലെങ്കിൽ ഇത് ഇങ്ങനെ നമ്മൾ മുന്നോട്ടിരിക്കും. സത്യം അറിയാം. പലപ്പോഴും ദൈവവചനത്തിൽ എന്താ പറയുക, ഇത് നമ്മുടെ അകത്തോട്ടൊന്ന് കയറണം. സത്യം അറിഞ്ഞാൽ ഇന്ന് ചിലവരെ സത്യം അറിയിപ്പിക്കാൻ പോവാം. എന്തോ സത്യം? വചനത്തിൽ പറയുന്ന സത്യം. പിശാച് മന്ത്രിക്കുന്ന മറ്റൊരു പറയുന്നതല്ല സത്യം. നിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എന്ത് നടക്കും? വചനം പറയുന്നത് നടക്കും. ഒന്നാമത്തെ സത്യം, ദൈവം നമ്മളെ കാണുന്ന ദൈവമാണ്. ദൈവം നമ്മളെ കാണുന്ന ദൈവമാണ്. കർത്താവ് ആ ജനത്തെ എന്ത് ചെയ്തു? നമ്മെ കാണുന്ന ദൈവമാണ്. പഴയ നിമിത്തം ഉൽപ്പത്തി പുസ്തകം 16:13 ഒന്ന് വായിച്ച്. ഉൽപ്പത്തി പുസ്തകം 16:13. എന്നാറെ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു. തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. പരനിയമത്തിൽ ഒരാൾ പറയുകയാണ്. ആരാള് വെച്ചാ അവൾ. അപ്പൊ അതിന്റെ അർത്ഥം ഒരു സഹോദരിയാണ്. ഒരു സഹോദരി പറയും, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോ. അതിന്റെ അർത്ഥം ഞാൻ ഒരിക്കലും അപ്പൊ നമ്മൾ ഒരാൾ സ്ഥലത്തിൽ അയ്യോ ഇവിടെ ഉണ്ടായിരുന്നോ, എങ്ങനെ വന്നു? നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേ നിങ്ങളുടെ ബന്ധുക്കളാണോ എന്ന് നമ്മൾ പറയാറില്ലേ? എന്ന് പറയുന്ന പോലെ ഈ സഹോദരി പറയാണ്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. ദൈവം എന്നെ കാണുന്നറിയാം. ദൈവം പശ്ചാത്തലം ഞാൻ പറയാം. പക്ഷെ ഇവിടെ ഞാൻ ഒരിക്കലും എന്ത് ചെയ്തില്ല, പ്രതീക്ഷിച്ചില്ല. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് കർത്താവ് അവളെ കണ്ടു. എന്നിട്ട് കർത്താവിനൊരു പേരങ്ങോട്ട് കൊടുത്തു. കണ്ടുപോ എന്ന് അരുളി ചെയ്തു യഹോവയ്ക്ക്. ദൈവത്തിന് എന്ത് ചെയ്തു? ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേര് വിളിച്ചു. എൽറോയ്, നീ എന്നെ കാണുന്ന ദൈവം. നീ എന്നെ കാണുന്ന ദൈവം. ഒരു സഹോദരി വിളിക്കാം, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടല്ലോ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ നിനക്കൊരു പേര് തരുവാ, ദൈവമേ, കാണുന്ന ദൈവം. അതിന്റെ അർത്ഥം എന്തോ? പഴയ നിയമ കാലം തൊട്ട് ഈ ദൈവത്തിന്റെ ഒരു പ്രത്യേകത, നമ്മെ അറിയുന്ന, നമ്മെ കാണുന്ന ഒരു ദൈവം. കാണുന്നൊരു ദൈവം. ഉറക്കെ പറയാം, എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ എല്ലാം ഏറ്റവും വലിയ വിഷയം, നമ്മളെ ആരും കാണുന്നില്ലല്ലോ, നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയവർക്ക് ഏറ്റവും കൂടുതൽ അറിയാം. നമ്മള് ഈ ബഹളം വെക്കുന്ന പിള്ളേരെ നമ്മളൊന്ന് കുറച്ചാൾ ശ്രദ്ധിക്കാതിരിക്കാമോ, അവരതിലും വലിയ ഇറിറ്റേഷൻ ആയിരിക്കും. പിന്നെ അവർ വേറൊരു ലെവലില്ല. കാരണം വെച്ചാൽ ഇവർ ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം നമ്മളൊന്ന് കാണാനാ. നമ്മൾ അവരെ ഒന്ന് ശ്രദ്ധിക്കാതിരിക്കാം, അടുത്ത നിമിഷം കരയും. ശക്തമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന, ഭയങ്കര കുസൃതിയും ബഹളവും കാണിക്കുന്ന പിള്ളേരെ നമ്മൾ അതിന്റെ പിന്നാലെ കിടന്ന് വേണ്ടടാ, പിടിക്കടാ, പോകണ്ടടാ, എന്തിനാ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ അവന്മാർ അതിന്റെ ഡബിൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളൊരു 10 മിനിറ്റത്തേക്ക് ഇവരെ ഒന്ന് ശ്രദ്ധിക്കാതിരിക്കാമോ? അറിയാവുന്നവർ പറ. അടുത്ത മിനിറ്റ് നമ്മുടെ റൂമിലേക്ക് കരഞ്ഞോണ്ട് വരും. കാരണം അവരെ ശ്രദ്ധിക്കാൻ ആരില്ല. അതുവരെ കസാര അടിച്ച് പൊളിച്ച് അങ്ങോട്ട് മറിച്ച് ഇവിടെ മറിച്ച് തുണിയും വലിച്ചിട്ട് ഭയങ്കര ബഹളം കാണിച്ച് നമ്മൾ മിണ്ടടാ വടിയെടുത്തിട്ടും മിണ്ടാതെ വീണ്ടും ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ നമ്മളൊരു 10-15 മിനിറ്റത്തേക്ക് അതിനെ ശ്രദ്ധിക്കാതിരുന്ന, നമ്മൾ മാറിയിരുന്ന ഇച്ചു നേരം കഴിഞ്ഞിട്ട് അത് അവിടെ നിന്ന് കരഞ്ഞോട് ഒറ്റ വെടി. കാരണം അതിൻ്റെ ആഗ്രഹം എന്താ? അതിനെ ആരെങ്കിലൊക്കെ കാണണം, ആരെങ്കിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആരും ശ്രദ്ധിക്കാതില്ലായിരുന്ന ഒരു കരച്ചില. അപ്പൊ നമ്മളെല്ലാം ചിന്ത ഏതാ? എന്നെ ആരും കാണുന്നു, എന്നെ ആരും മനസ്സിലാക്കുന്നു, ദൈവം പോലും മറന്നു പോകുന്ന ചിന്തയാണ്. പക്ഷെ ബൈബിൾ വിളിച്ചു പറയുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ കണ്ണുനീരിനെ കാണുന്ന, നമ്മുടെ പ്രതിസന്ധികളെ കാണുന്ന, നമ്മുടെ പ്രാർത്ഥനകൾ കാണുന്ന, നമ്മുടെ ആത്മാർത്ഥതയും വിശ്വസ്തതയും കാണുന്ന, നമ്മുടെ ഭാവിയെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കണ്ണിന് ആർക്കും ഓടി മറിയാൻ പറ്റത്തില്ല.
എബ്രായർ 4:13 ഒരു മനോഹരമായ ഒരു തിരുവചനമുണ്ട്. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നുമായി കിടക്കുന്നു, അവനുമായിട്ടത്രേ നമുക്ക് കാര്യമുള്ളത്. ഹല്ലേലൂയ. എബ്രായർ 4:13 പറയുന്നു. കിട്ടിയെങ്കിൽ വായിച്ചു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, ഒരു സൃഷ്ടിയില്ല. ദൈവത്തിന്റെ കൺമുമ്പിൽ മറഞ്ഞത് ഒന്നുമില്ലെന്ന്. ദൈവത്തിന് എല്ലാം കാണാം, മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. സകലതും അവന്റെ കണ്ണിന് മുമ്പിൽ എല്ലാം അതിന്റെ ആഴത്തിൽ അറിയാവുന്ന ഒരു ദൈവം. നമുക്ക് ആരുമായിട്ടാ കാര്യമുള്ളത്? അവനുമായിട്ടാ കാര്യം. ഇത് പറഞ്ഞിട്ടാണ് താനോട് പറഞ്ഞത്, തക്ക സമയത്ത് നിങ്ങൾക്ക് കൃപ ലഭിപ്പാൻ ധൈര്യത്തോടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ കടന്നു വരാൻ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ ഓരോരുത്തരോട് ദൈവാത്മാവിൽ ദൂത് പറയുന്നു, നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്, നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്. അവന്റെ കണ്ണിന്റെ മുകളിൽ മറഞ്ഞിരിക്കുന്നത് ആരുമില്ല. അതിന്റെ അർത്ഥം ഏത് സാഹചര്യത്തിൽ കിടന്നാലും, ഏത് അവസ്ഥയിൽ കിടന്നാലും, ഏത് അനുഭവത്തിലാണെങ്കിലും, ഏത് സമയത്താണെങ്കിലും നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്. ഈ ദൂത് പറയുന്ന ദൈവം കാണുന്ന ദൈവമുണ്ട്, ദൈവം ഉണ്ടെന്ന് പറഞ്ഞു തീരാനല്ല. ഈ ദിവസങ്ങളിൽ ചിലരെ ദൈവം ഒന്ന് കാണാൻ പോവുക, ദൈവത്തിന്റെ കണ്ണ് ചിലതിനെ പതിയാൻ പോവുകയാണ്. ഒരു സഹോദരി പറഞ്ഞാലും നിങ്ങളും പറയാൻ പോയാ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടല്ലോ, എന്റെ പ്രതിസന്ധിയിൽ കണ്ടല്ലോ, എന്റെ കുടുംബത്തിൽ കണ്ടല്ലോ, എന്റെ തലമുറ വിഷയത്തിൽ കണ്ടല്ലോ എന്ന് പറയാൻ ഇടയാക്കും. നിങ്ങളുടെ ഹൃദയങ്ങളെല്ലാം ഒന്ന് ബലപ്പെടട്ടെ. നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്, നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്. അയ്യോ, പിശാച് എന്നെ നോക്കുവാണോ, എന്റെ വീട്ടിലെ പിശാച് അമ്മാനമാടുകയാണ്, ദുഷ്ടദൃഷ്ടികൾ എന്നെ കാണുന്നുണ്ടോ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഉണ്ടാകാതിരിക്കും നിന്റെ വിഷയമല്ല. സകലത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ കണ്ണ് നിന്നെ കാണുന്നുണ്ടെന്നൊരു സത്യം ഇന്ന് പകൽ തിരിച്ചറിയാം. എത്ര ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, ദുഷ്ടശക്തികൾ നിന്നെ ഉന്നമിട്ട് നോക്കിയാലോ അതിനും മീതെ നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതിന് ഉറപ്പല്ല, വചനത്തിന് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. നീതിമാനായ നിഷ്കളങ്കനായ ജീവിച്ച ഇയ്യോബിന്റെ മേൽ അവനെ നശിപ്പിക്കാൻ ദുഷ്ടനായ സാത്താൻ ദൃഷ്ടി പതിച്ചപ്പോൾ ചിലപ്പോൾ ഇയ്യോബ് പോലും അറിഞ്ഞില്ല. പക്ഷെ സർവശക്തനായ ദൈവം ചോദിച്ചത്, പിശാചേ, എന്റെ ദാസനായ ഇയ്യോബിന് മേൽ നീ ദൃഷ്ടി പതിഞ്ഞോ എന്ന്. അതിന്റെ അർത്ഥം എന്താ? എത്ര ശത്രുവിന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ടെങ്കിലും അതിന്റെ മീതെ കാണുന്നൊരു ദൈവം. പിശാചിനോട് പറഞ്ഞു, ഇയ്യോബിന്റെ ജീവനെ തൊട്ടുപോകരുതെന്ന്. ഇന്ന് പല ദൈവം ചിലരെ കണ്ടിട്ട് കൽപ്പിക്കാൻ പോകട്ട. പിശാച് ചില കുടുംബത്തെ തൊഴിലോ ശക്തമായ ഒരു ആത്മപ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടുകയാണ്. വിശ്വസിക്ക. നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്, നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്. ഇനി എല്ലാവരും ശ്രദ്ധിച്ച്, ഗൗരവമായ ഒരു ദൈവദൂത അറിയാം. ബൈബിൾ പരിശോധിക്കുമ്പോൾ ദൈവം ആരെയൊക്കെ കാണുന്നെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രധാനമായിട്ട് 2 ലെവലിലുള്ള വ്യക്തികളെ ദൈവത്തിന്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കും. ഒന്ന്, ആഗ്രഹിക്കുന്ന, പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന, ദൈവത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന, ഉടഞ്ഞു നിലവിളിക്കുന്ന ചിലതിനെ ദൈവം കാണും. അതിന് 2-3 വാക്യം ഒന്ന് ശ്രദ്ധിക്കാൻ പോവാം. സങ്കീർത്തനം 33:18 ഈ വചനം പറഞ്ഞ നിങ്ങളുടെ അകത്തോട്ട് ഈ വെളിപ്പാട് കയറാനാ. ഈ വചനം കയറിയാൽ ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്ത് കിടക്കും, നാളെയും കിടക്കും. നിങ്ങൾക്കത് വെളിപ്പാടായി ജയമായിരിക്കും. സങ്കീർത്തനം 33:18 പറയുന്നു, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ദൈവത്തിന്റെ ദയയ്ക്കായി കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാരുടെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടി
ഉണ്ട്. ദൈവം കാണും. അതേപോലെ ഒരു വചനമാണ് 2 ദിനവൃത്താന്തം 16:9. അത് ഞാൻ വായിക്കാം. 2 ദിനവൃത്താന്തം 16:9. യഹോവയുടെ കണ്ണ് തങ്കിൽ ഏകാദചിത്തന്മാർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുക. മതി. ഊടാടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? തന്നിൽ ഏകാദചിത്തന്മാർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടത്. ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ദൈവം ആരാണെന്ന് ബലവാണെന്ന് കാണിക്കാൻ പ്രാർത്ഥനയോടെ ദൈവത്തിൽ ഏകാദ ഹൃദയത്തോടെ ഇരിക്കുന്നവനെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ഇനി ശ്രദ്ധിച്ചേ. അപ്പൊ ദൈവം ആരെയാ കാണുന്നേ? ദൈവഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന, കാത്തിരിക്കുന്ന, ദൈവത്തിൽ മാത്രം പ്രത്യാശ വെക്കുന്നവരെ ദൈവം എന്ത് ചെയ്യും? കണ്ടിരിക്കും. ഇപ്പൊ കൊതിയോടെ വന്നവരെ, കൊതിയോടെ മലമൂളി കയറിയപ്പോൾ കൊതിയോടെ ദൈവസ്ഥാനത്തിൽ പാദപീഠത്തിൽ കാത്തിരുന്ന, അതാണ് ഫിലിപ്പോസിനെ വിളിച്ചിട്ട് പറഞ്ഞത് അവർക്ക് ഫുഡ് കൊടുക്കാൻ. കാരണം അവർ തളർന്നു പോകുന്ന അറിയാം കർത്താവ്. അങ്ങനെയുള്ളവരെ ദൈവം എന്ത് ചെയ്യും? കാണും. ഇനി രണ്ടാമത്തെ ഒരു ഘട്ടം, അതാണ് ഏറ്റവും മനോഹരം. ദൈവത്തിന് നിന്നെ കൊണ്ട് ഭാവിയിൽ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിനൊരു ആലോചന ഉണ്ടെങ്കിൽ, നീ ചിലപ്പോ റൂട്ട് മാറി നടന്ന് ദൈവം ഇല്ലെന്ന് പറഞ്ഞ് നടന്നാലും നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്. യെസ്, ഇത് ചിലർക്കുള്ള പ്രത്യാശയുടെ ദൂതാണ്. യെസ്, ഇന്ന് ചിലര് ചില കുടുംബങ്ങളോട്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുള്ള ദൂതാണ്. നിങ്ങൾ മാത്രമായിരിക്കാം കർത്താവിനോട് നിൽക്കുന്നത്, അടുത്ത് നിൽക്കുന്നത്. പക്ഷെ ഒരു ദൂതുണ്ട്. നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ വീട്ടിൽ ദൈവത്തിന് പദവി ഉള്ളതൊന്നും നിർദ്ദമായി പോകത്തില്ല. എത്ര ദുഷ്ടന്റെ ദൃഷ്ടി പതിഞ്ഞാലും എന്റെ ദൈവത്തിന്റെ കണ്ണതിന്മേൽ പതിയോ. ഇത് ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. പ്രിയരൊന്ന് ശ്രദ്ധിച്ചേ. ഇത് ചിലരെ ദൈവം തൊടാൻ പോവാ. ശക്തമായ ഒരു ദൂതാണ്. നമുക്കറിയാം, സഭയെ, ക്രിസ്തീയ സഭയെ മുടിച്ചു നടന്നവനാണ് പൗലോസ്. ഈ മാർഗക്കാരെ നശിപ്പിക്കാൻ നടന്നവനാ പൗലോസ്. പക്ഷെ പൗലോസ് നശിപ്പിക്കാനായി പോയ വഴിവെക്കിൽ താൻ സഞ്ചരിച്ച യാത്ര, ആ മൃഗത്തിൽ നിന്ന്, വാഹനത്തിൽ നിന്ന് താഴെ വീണ് ദൈവം അവനെ പിടിക്കുന്നൊരു സമയമുണ്ട്. ഏത് മാർഗത്തെയാണോ മുടിക്കാൻ നടന്നത്, ആ മാർഗത്തിന്റെ നാഥൻ അവനോട് സംസാരിച്ചു. അതിന്റെ അത്ര അവൻ സാക്ഷ്യം പറയുമ്പോ, അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ സാക്ഷ്യം പറയുമ്പോ പൗലോസ് പറയുന്നുണ്ട്, പകൽ നേരത്ത് പോലും സൂര്യനെ തെന്നി മാറുന്ന മഹാ ഒരു വെളിച്ചം അടിച്ചു. ഒരു കണ്ണെന്നെ കണ്ടു. പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞ ലേഖനത്തിലിപ്പോ, ലോകസ്ഥാപനത്തിന് മുമ്പ്, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ കണ്ടു തെരഞ്ഞെടുത്തൊരു ദൈവം. അതിന്റെ അർത്ഥം എന്നറിയാമോ? ദൈവം നിങ്ങളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ കണ്ടിരിക്കും. ദൈവം നിങ്ങളെ കാണുന്ന ദൈവമാണ്. ദൈവം നമ്മളെ കാണുന്ന ദൈവം. ദൈവത്തിന് പദ്ധതി ഉണ്ടോ? ദൈവം നമ്മളെ കണ്ടിരിക്കും. ഇതിന്റെ അകത്ത് ചിലരെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവരെ ദൈവം കാണും. അപ്പൊ തന്നെ, അയ്യോ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു വരത്തില്ല. ദൈവത്തിന് പദ്ധതി കൊണ്ട് നിന്നെ ദൈവം തൊട്ടിരിക്കും. ഒരിക്കലേ ആ വചനം ഒന്ന് എടുക്കണം. യോഹന്നാന്റെ സുവിശേഷം 1:45 ഒന്ന് എടുത്തേ. യോഹന്നാന്റെ സുവിശേഷം 1:45. ഈ ഫിലിപ്പോസെ യേശുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം ഫിലിപ്പോസ് ഇനി ശ്രദ്ധിച്ചോ, നദനയേലിനെ കണ്ട്, നദനയേൽ എന്ന മനുഷ്യനെ കണ്ടിട്ട് പറഞ്ഞു, അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് എന്ന നദനയേലിനെ വിളിക്കുക, ഞാനേ നമ്മുടെ പ്രമാണ പുസ്തകത്തിൽ എഴുതി വെച്ച ആ മശിഹായെ കണ്ടു.
യോസഫിന്റെ മകനായ യേശു എന്ന വ്യക്തി ഉണ്ടല്ലോ, അവൻ അത്രേ ആ നസറത്തുകാരെ ഞാൻ അവനെ കണ്ടു. അപ്പം കർത്താവിനെ കണ്ടവർ അടുത്ത ആളെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഞാൻ കണ്ടു. ഇനി അടുത്തത് നഥനയേൽ അവനോട് നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. അപ്പം നസറേത്തിന് സാധാരണ ഒരു നന്മ ഉണ്ടാവാറില്ല. അവിടുന്ന് ഒരുത്തൻ ജനിച്ചെന്നോ പ്രവാചകനോ മശികായോ അവിടുന്ന് വല്ല നന്മ ഉണ്ടാവും ആ ദേശത്ത് നിന്ന്. അടുത്തത് ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു. നീ വന്ന് കാണുക, നീ വരാൻ പറഞ്ഞു. അപ്പൊ നഥനയേലിനെ വിളിച്ചോണ്ട് വരുക. നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇവൻ ഇങ്ങനെ നടന്നു വരുന്നത് യേശു കണ്ടിട്ട് ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. ഇവൻ ഇസ്രായേൽ, ഇവനിൽ ഒരു കപടമില്ലാത്തൊരു മനുഷ്യനാണ് നഥനയേൽ എന്ന് യേശു അവിടുന്ന് ഉറക്കം ചെയ്യാണ് വിളിച്ചു. അടുത്ത വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. നഥനയേൽ അവനോട്, ഈ നഥനയേൽ യേശുവിനോട് ചോദിക്കുക, എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചതിന്, ഞാൻ ആദ്യമായിട്ടാ നിന്റെ മുമ്പിൽ വരുന്നേ, എന്നെ നിനക്ക് എവിടെ വെച്ചറിയാം? ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുൻപേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. നീ ഇപ്പൊ എന്റെ അടുത്തോട്ട് വരാൻ ഫിലിപ്പോസ് വിളിച്ചപ്പോഴല്ലേ വന്നേ? പക്ഷെ ഞാൻ നിന്നെ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടടാ. ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ നീ ഏത് സാഹചര്യത്തിൽ ഇരുന്നാലും നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലരോട് പറയാം, ഇപ്പരായിരിക്കാം ഇങ്ങനെ വന്നത്, ഇപ്പരായിരിക്കാം ഇങ്ങനെ വന്നത്, പക്ഷെ ദൈവം പറയുന്നത് നിന്നെ നേരത്തെ ഞാൻ കണ്ടതാണ്, നീ നേരത്തെ കണ്ടതാണെന്ന്. നീ നിരാശപ്പെട്ടിരുന്നപ്പോഴും, നീ ദൈവം ഇല്ലെന്ന് പറഞ്ഞപ്പോഴും, നീ വല്ലാത്ത അവസ്ഥയിൽ കൂടെ വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോഴും നിന്നെ കണ്ട ദൈവം. ചില മൈൻഡിന് ഫ്രീ ആവാൻ പോയോ? അതിന്റെ അർത്ഥം എന്താ അറിയോ? നിന്റെ അപ്പനും അമ്മയും നിന്നെ കാണുന്നതിന് മുമ്പ് നിന്നെ കണ്ട ദൈവമുണ്ട്. ഈ സത്യം തിരിച്ചറിയും, ഈ സത്യം തിരിച്ചറിയും. ഒത്തിരി സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പോവാ. നമ്മുടെ യേശുവിനെ നമ്മളെ കാണുന്ന ദൈവമാണ്. നമ്മളിവിടെ വന്നിരിക്കുമ്പോഴും ഇതിനു മുമ്പേ നമ്മെ കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അവിടെ നിന്നെ ഫിലിപ്പോസ് വിളിക്കുന്നതിന് മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിപ്പില്ലായിരുന്നോ? അവിടെ വെച്ചാൽ ഞാൻ കണ്ടു. നീ എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ ഇതിക്കുള്ള എന്തോ വേണം പ്രിയപ്പെട്ടത്. അപ്പൊ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവനെയും കാണും, എൻ്റെ കാര്യം എന്താന്ന് പറഞ്ഞിരിക്കാൻ അങ്ങനെ ഇരിക്കുന്നവനെയും ദൈവം ചെയ്യും കാണും. കണ്ടാൽ ദൈവത്തിന്റെ ദൃഷ്ടി പതിഞ്ഞാൽ ജീവിതം മാറി മറിയും. ദൈവം എന്തൊക്കെയാ നമ്മുടെ എന്തൊക്കെയാ ദൈവം ആരെയാ കാണുന്നത് മനസ്സിലായി? എന്തൊക്കെയാ ദൈവം നമ്മുടെ കാണാം? ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മുടെ പെയിൻ, നമ്മുടെ വേദനകൾ കാണുന്നൊരു ദൈവമാണ്. പുറത്തു പറയാൻ പോലും പറ്റാത്ത വേദന കൂടെ കടന്നു പോകുന്നവരുണ്ടോ? നമ്മുടെ വേദനകൾ കാണുന്ന ദൈവമാണ് നമ്മുടെ പെയിൻസ്. അതാണ് നമ്മൾ വായിച്ചൊരു വചനം. നമ്മൾ വായിച്ചു ഉൽപ്പത്തി 16:13 വായിച്ചു. ഒരാൾ പറയാം, അവൾ എന്നെ കണ്ടവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിനൊരു പേര് വിളിച്ചു. എന്നെ കാണുന്ന ദൈവം, എൽ റോയ്, നമ്മെ കാണുന്ന ദൈവം എന്ന് പറഞ്ഞ് ദൈവത്തിന് അങ്ങോട്ട് പേര് വിളിച്ചു. അത് സാധാരണ ദൈവം ഇറങ്ങി വന്ന് ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ അബ്രഹാമിനോട് ഞാൻ സർവശക്തനായ ദൈവം. നോക്കിയോണം, ഇങ്ങനെയൊക്കെ ദൈവം അങ്ങോട്ട് പരിചയപ്പെടുത്തി. പക്ഷെ ഇവിടെ ഈ സഹോദരി അങ്ങോട്ട് ദൈവത്തിന്റെ പേരങ്ങ് വിളിക്കാം. നിന്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, സർവശക്തൻ, എൽശദായി എല്ലാം ആയിക്കോട്ടെ, പക്ഷെ ഞാനൊരു എന്നെ കാണുന്നവനെ ഞാൻ കാണുന്ന ദൈവം. എനിക്കൊരു പേരെ നിന്നോട് പറയാനുള്ളൂ, കാണുന്ന ദൈവം, കാണുന്ന ദൈവം, കാണുന്ന ദൈവം. ഇത് ചിലരുടെ സാക്ഷ്യമായിട്ട് മാറാൻ പോയാ. ചിലര് പറയും എനിക്കൊന്നും അറിയത്തില്ല പാസ്റ്റർ, പക്ഷെ ഒരു കാര്യം, കർത്താവിനെ കണ്ടു. ജീസസ്.
സംഭവ ഉൽപ്പത്തി പുസ്തകം 16:1 തൊട്ട് വായിക്കുമ്പോൾ അബ്രാം സാറ അവരുടെ ഭവനത്തിലെ ദാസിയാണ് ഹാഗാർ, ജോലിക്കാരിയാണ് ഹാഗാർ. ഹാഗാർ ഗർഭിണിയായി എന്നറിഞ്ഞപ്പോൾ ആ വീട്ടിൽ നിന്ന് ഒത്തിരി നിന്ന കേട്ടു. പ്രത്യേകിച്ച് സാറയിൽ നിന്ന് എന്ത് ചെയ്യുന്നറിയാമോ? നിന്ന കേട്ടു. അതിന്റെ 16:6 തൊട്ട് വായിച്ച് വിശദീകരിക്കാൻ സമയമില്ല. 6 തൊട്ടൊന്ന് വായിച്ചേ. അബ്രാം സാറായോട്, നിന്റെ ദാസി നിന്റെ കയ്യിൽ ഇരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. ഞാൻ നിനക്ക് യജമാനൻ സാധനം കൊടുത്തു, സാറേ നിന്റെ ദാസിയാണ് ഹാഗാർ, നീ എന്താന്ന് വെച്ചാ ചെയ്തോ. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി. പ്രഷർ കയറ്റി, അങ്ങ് സമ്മർദ്ദത്തിലാക്കി. അപ്പം ആ കഠിനം കയറിയപ്പോ ഹാഗറിന് ആ വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. ടോർച്ചർ ചെയ്തു, മാനസികമായി പീഡിപ്പിച്ചു. നമ്മൾക്ക് എങ്ങനല്ലേ, ഒരാൾ ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ അങ്ങ് പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ചിലരുണ്ട് അങ്ങ് നമ്മളെന്ത് ചെയ്യും, പറഞ്ഞു വിടത്തുമില്ല, നമ്മളെ അങ്ങ് വല്ലാത്ത അവസ്ഥയെ കൊണ്ടുവന്ന അനുഭവമുണ്ട്. ഒരാള് ഇനി വരണ്ട എന്ന് പറഞ്ഞ് ഒരാളെ നമ്മളെ പറഞ്ഞു വിടുവാണെങ്കിൽ നമുക്ക് വരണ്ട, ഓക്കെ, നല്ല കാര്യം. പക്ഷെ നമ്മളെ അങ്ങ് ഇട്ടങ്ങ് അസ്വസ്ഥപ്പെടുത്തി ടോർച്ചർ നമുക്ക് ഏത് മനുഷ്യന് സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുപോലെ ഹാഗാറിന്റെ ജീവിതത്തിൽ അങ്ങ് കാഠിന 16:6 അവസാനം കണ്ടോ, സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ ഇതുവരെ ഇടപെട്ട പോലെ അല്ല ഇപ്പൊ ഇടപെടുന്നത്, അങ്ങ് കാഠിന്യപ്പെടുത്താൻ തുടങ്ങി. ഇത് കണ്ടപ്പം വിഷമം കാരണം അവക്ക് എന്ത്, നല്ല മനസ്സുണ്ട്, നമ്മൾ ചിന്തിക്കുമോ ഇങ്ങനെ ഇറങ്ങി, അങ്ങനല്ല. ആ ഉള്ളു നല്ലതാ, അത്ര വേദനപ്പെട്ടുകൊണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്താ, ഇറങ്ങി മാറിയത്. നമ്മൾ വെളിയിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ കുറ്റം പറയാൻ ഒത്തിരി, പക്ഷെ അങ്ങനല്ല, ആ ഉള്ളു അത്ര പെടഞ്ഞു, അത്ര വേദനിച്ചു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇറങ്ങിയത്, വിട്ടുപോയി. അവൾ എന്ത് ചെയ്തു, ഓടിപ്പോയി. ഇനി 7. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ, സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. ദൈവത്തിന്റെ ദൂതൻ നോക്കുന്നു, ഇവൾ എവിടെ നിൽക്കുകയാണ്, ആ നീരുറവിനരികിൽ വഴിയരികിൽ വെച്ച് അവളെ കണ്ടു. സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. കറക്റ്റ് പേര് വിളിച്ചു പറഞ്ഞ പേരും എന്ത് ചെയ്യുന്ന ജോലി ഉൾപ്പെടെ പറഞ്ഞു. സാറയുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിനും അവൾ, ഞാൻ എന്റെ യജമാനത്തി സാറായെ വിട്ട് ഓടിപ്പോകുകയാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ എന്റെ യജമാനത്തി സാറയെ വിട്ട് ഓടിപ്പോകും. അത്ര കഠിനപ്പെട്ട് മനസ്സ് വേദനിച്ച് ഉടഞ്ഞ് നിൽക്കുന്നൊരവസ്ഥ. യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങി ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് കൽപ്പിച്ചു. ഒരു ദൂത് പറയാണ്, നിന്നോട് ഞാനൊരു കാര്യം പറയാം, വേദനയുണ്ട് നിനക്ക്, പക്ഷെ നീ ഇപ്പൊ തക്കാലം മടങ്ങിപ്പോ, ദാസിന്റെ കീഴിൽ പോയി അടങ്ങി ഒതുങ്ങി ചില നാളും കൂടെ നീ എന്ത് ചെയ്യാ, വെയിറ്റ് ചെയ്തിരിക്കും. അടുത്തത് യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, അതുകൊണ്ട് തീർന്നില്ല 10. യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും. എന്നിട്ട് നിന്നോടൊരു ദൂത് പറയാം. ജീവിതത്തിൽ കഠിനപ്പെട്ട്, ജീവിതത്തിൽ വേദനപ്പെട്ട്, ഒരു മിനിറ്റ് പോലും ആ കൂടാരത്തിൽ നിൽക്കാൻ പറ്റാതെ ഗതികെട്ട്, ഹല്ലേലൂയ, നീ ആ കൂടാരത്തിന് ഇറങ്ങി തിരിച്ചെങ്കിൽ നിന്നോടൊരു ദൂത് പറയാണ്, നിന്റെ സന്തതിയെ ഞാൻ ഏറ്റവും വർദ്ധിപ്പിക്കും. അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് അവൻ ഇശ്മായേൽ എന്ന് പേർ വിളിക്കണം. അവളോട് പിന്നെ അങ്ങോട്ട് ദൂത് പറയാൻ പോവുക. നീ ഇപ്പോൾ ഗർഭിണിയല്ലോ, നിന്റെ ഉദരത്തിൽ തലമുറയുണ്ടല്ലോ, ഇന്ന പേര് നീ വിളിക്കപ്പെടണം. ഹല്ലേലൂയ, അവനെ ഞാൻ വർദ്ധിപ്പിക്കും, അവനെ ഞാൻ മാനിക്കും, അവസ്ഥ വെളിപ്പെടും. നോക്കിക്കണം, ജീവിതം തകർന്ന് ഏറ്റവും പെയിനായി കഠിനപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അവിടെ നിന്ന് ഇറങ്ങി ഓടിയതാ, അവളെയും കണ്ടൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറ ഞാൻ വർദ്ധിപ്പിക്കും. ഇന്ന് പകൽ ചിലതിനോടൊരു ദൂത് പറയാ. ഏതെങ്കിലും വീടിന്റെ അവസ്ഥയോ, ഏതെങ്കിലും തലമുറയുടെ അവസ്ഥയോ, ജീവിതത്തിൽ അനുഭവിച്ച് മനസ്സ് മടുത്ത് വേദനയോട് ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നെങ്കിൽ നിന്നോട് ദൂത് പറയാ. നിന്നെ കാണുന്ന ദൈവമുണ്ട്. നിന്നെ മാത്രമല്ല, നിന്റെ ഉദരത്തിലുള്ളതും ഉദരത്തിന്റെ പുറത്ത് വന്നതുമായ തലമുറകളെ അറിയുന്ന ദൈവം. ഈ ദൂത് പറയുമ്പോൾ എന്റെ അകത്തൊരു ബോധ്യം വരുന്നു. ഇതിനകത്ത് ചിലരോട് പറയുന്നു, നിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന, നിന്റെ
അകത്ത് നിന്ന് പുറത്തു വന്ന ചില തലമുറകളെ ഞാൻ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കൂ. Lamana masaka lamana halba laba 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 lasamal khori othoro. ചിലതിനെ ദൈവം കാണാൻ പോവുക, ചിലതിനെ ദൈവം കാണാൻ പോവുക. നിന്റെ വേദനകൾ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് 13, ഇനി 13 വായിച്ചേ. എന്നാലേ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറയും. 2 ദൂത് പറഞ്ഞതിന് ശേഷം അവള് പറയാ, ഓ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ. ഈ മരുഭൂമിയിൽ ഇറങ്ങി ഓടിയ ഈ നീരൂർ ഇറങ്ങിൽ എന്നെ എന്റെ ദൈവം കണ്ടുവല്ലോ. ഓ എന്ന വലിയ സാക്ഷ്യമാ. ഇന്ന് പകൽ നിങ്ങളെ കർത്താവ് ചിലത് കാണാൻ പോവുകയാണ്. നിന്റെ എത്ര വലിയ പെയിനിൽ കൂടെ, നീ എത്ര വലിയ ഞെരുക്കത്തിൽ കൂടെ കടന്നു പോയാലും നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്. എന്നിട്ട് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ നീ എന്നെ കാണുന്നു എന്ന പേര് വിളിച്ചു. ദൈവമേ നീ എന്നെ കാണുന്നു. ദൈവത്തിനൊരു പേര് വിളിച്ചു, ദൈവത്തിനൊരു പേര് വിളിച്ചു, എന്നെ കാണുന്ന ദൈവം. ആരെങ്കിലും ഇന്ന് ഇതിൻ്റെ അകത്തിരിക്കുന്നത് കഴിഞ്ഞ നാളില്ലാത്തൊരു പ്രഷറിൽ കൂടെ, വേദനയിൽ കൂടെ, ഞെരുക്കത്തിൽ കൂടെ, വല്ലാത്ത മട്ടിപ്പിൽ കൂടെ കടന്നു പോന്നെങ്കിൽ നീ കർത്താവ് നിന്നെ കാണാൻ സമയമായി. നീ കർത്താവിനൊരു സാക്ഷ്യത്തിന്റെ പേര് വിളിക്കാൻ സമയമായി. എന്റെ ദൈവം എന്നെ കണ്ടല്ലോ എന്ന് പറയാൻ സമയമായി. Amen, amen, amen. Oh, hallelujah, hallelujah, hallelujah. Oh, it's great. Amen. ദൂത് പറയാം. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഹാഗർ did not find God, but God found Hagar. ഹാഗാർ ദൈവത്തെ കണ്ടില്ല. ചില സാഹചര്യം നമുക്ക് ദൈവത്തെ കാണാൻ പറ്റില്ല, പക്ഷെ ദൈവം ഹാഗാറിനെ കണ്ടു. നിനക്ക് ദൈവത്തെ കാണാൻ പറ്റാതിരിക്കുമ്പോഴും ദൈവം നിന്നെ കാണുന്നു. ഇത് ചിലതിന്റെ സാക്ഷ്യമാ, ഇത് ചിലതിന്റെ സാക്ഷ്യമാ. നീ പലപ്പോഴും ദൈവത്തെ കണ്ടില്ല, ദൈവം സൈലന്റ് ആയിരിക്കും നിനക്ക് തോന്നി, പക്ഷെ ഇന്ന് പറയുന്നു നിന്നെ കാണുന്ന ദൈവം കരം വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയേ. Bala handa rama lama shanda rama lama 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 shida rama ura rama lama shida rama hatta sada bima lama shege rada riba lama shida lama rese molo shemolo mosia dara. Hallelujah. Amen. ഒന്ന്, ദൈവം നമ്മുടെ വേദനകൾ അറിയുന്ന കാണുന്ന ദൈവം. ഒത്തിരി എക്സാമ്പിൾ ഉണ്ട്, അതിൽ മാറുക. 2, ദൈവം എന്ത് നമ്മുടെ കാണും. 1, അടുത്ത 2, നമ്മുടെ വിശ്വസ്തതയും ആരും അറിയാതെ നാം ചെയ്യുന്ന ദൈവത്തിന്റെ മേലുള്ള പ്രവൃത്തിയും ദൈവം കാണും. വിശ്വസ്തയോടെ ചെയ്യുന്നത് ചിലപ്പോൾ ആരും അറിഞ്ഞു കാണത്തില്ല, പക്ഷെ ദൈവം കാണുന്നത്. അത് നിങ്ങളുടെ ഏത് കാര്യത്തിൽ ദൈവവുമായി ബന്ധത്തിൽ എന്തോ ആയിക്കോട്ടെ. ചിലപ്പോൾ വേറൊരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നു, നമ്മൾ സഹായിച്ചേക്കാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചതായിരിക്കാം, വേറെ ആരും ചിലപ്പോൾ ആ വ്യക്തി പോലും അറിഞ്ഞു കാണത്തില്ലായിരിക്കും. പക്ഷെ വിശ്വസ്തയോടെ നീ ചെയ്യുന്നതിനെ പ്രവർത്തിക്കുന്നതിനെ കാണുന്ന ദൈവം. ഞാനൊരു മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇപ്പം നിങ്ങൾ ഇവിടുന്ന് പടിയിറങ്ങിയാൽ മേലോട്ട് പോകും, അവിടെ തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പം എന്തെങ്കിലും ഒരു അരിക്കോ ഒരു കരിയിലോ എന്തെങ്കിലും ഒന്ന് കണ്ടു. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രാർത്ഥനയ്ക്ക് വരുന്ന ആലയത്തിൽ എന്തോ കാറ്റടിച്ചോ എന്തോ ഒന്ന് വന്നു, നിങ്ങൾ ആ കരിയിലോ അരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു അട്ട പോലെ എന്തെങ്കിലും ഇറങ്ങി ഒരു സംഭവം കൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ ഒരു മനസ്സുണ്ട്, ഒരു കരിയിലോ പേപ്പറോ വെച്ച് എടുത്ത് കളഞ്ഞു. ഞാനും കണ്ടില്ല, ഇവിടെ ഒന്നും ആരും കണ്ടില്ല. കണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ഓ സിസ്റ്ററെ അത് അല്ലെങ്കിൽ ബ്രദറെ അത് ചെയ്തല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ, നല്ലൊരു ഉപകാരമാണ്. കണ്ട ചിലപ്പോൾ ഒരു അപ്രീഷിയേഷൻ പറയും.
കണ്ടില്ലേലോ? ആരും കണ്ടില്ല. പക്ഷെ ബൈബിൾ പറയുന്നു കാണുന്നൊരു ദൈവമുണ്ട്. ഇവിടെ ആരും പ്രോത്സാഹനം പറഞ്ഞു കാണത്തില്ലായിരിക്കാം, ചെയ്ത് നന്നാന്ന് പറഞ്ഞു കാണത്തില്ല, ഇവിടെ ആരും അറിഞ്ഞു കാണത്തില്ലായിരിക്കാം. പക്ഷെ അതിനെ പോലും കാണുന്നത്, നീ വിശ്വസ്തയോടെ നിൽക്കുന്നതിനും സീക്രട്ടറി ചെയ്യുന്നതിനെയും കാണുന്ന ദൈവമുണ്ട്. പഴയത്തിൽ നോഹ എന്നൊരു മനുഷ്യനുണ്ട്, നീതിയോടെ നിഷ്കളങ്കനായി ആ തലമുറ ജീവിച്ചു. ആ ദൈവം കണ്ടു. എന്നിട്ട് ദൈവം ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു, ദേശം വശം നശിപ്പിക്കും. അന്ന് ഈ പ്രളയവും വെള്ളമൊന്നുമില്ല. ആ സമയത്ത് നോഹ പെട്ടകം, നീണ്ട വർഷം ഇരുന്ന് പെട്ടകം ഉണ്ടാക്കുക. നാട്ടുകാരെല്ലാം ചോദിച്ചു, നിനക്കെന്താ വട്ടാന്നോന്ന് ചോദിച്ചു. എടാ, നമ്മൾ ഇന്നേ വരെ വലിയ മഴയോ പ്രളയമോ ഒന്നും ഇവിടെ ഒന്നും വന്നിട്ടില്ല. കൂടിപ്പോയാൽ മഞ്ഞ് പെയ്ത് ദേശത്ത് നനച്ചോണ്ടിരിക്കുന്ന സമയം, മഞ്ഞായിരുന്നു അന്ന്. പ്രഭാതത്തിൽ മഞ്ഞ് പെയ്തിറങ്ങും, ചെടിക്കെല്ലാം നനവ് കിട്ടും, വെള്ളം വരും, ഊറും. അല്ല ഈ പറയുന്ന വലിയ പെയ്ത്തും പേമാരിയും വെള്ളക്കെട്ടും മഴയൊന്നുമില്ല. നോഹ ഇരുന്ന് പ്രസംഗിക്കുക, എല്ലാവരും പെട്ടകത്തിൽ കയറിക്കോ, എല്ലാവരും പെട്ടത്തിൽ കയറിക്കോ, വലിയ പ്രളയം വരുന്നു, ദൈവം എല്ലാം നശിപ്പിക്കാൻ പോകുന്നു, കയറിക്കോ. നീണ്ട വർഷങ്ങൾ പ്രസംഗിച്ചു, ഒരുത്തനെങ്കില്ല വട്ടാന്ന് പറഞ്ഞവന്. പക്ഷെ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിന്ന് ചെയ്തവനെ ദൈവം കണ്ടു. ഭൂരിപക്ഷം പ്രളയത്തിൽ നശിച്ചു പോയപ്പോഴും ഈ കുടുംബത്തെ ദൈവം സേഫ് ആക്കി പെട്ടകത്തിലാണ്. നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും വിശ്വസ്തയോടെ ചെയ്യുന്നതിനെ ദൈവം എന്ത് ചെയ്യുന്നു? കാണും. അതിനെ പുതിയ നിയമത്തിൽ മർക്കോസ് 12:41 മുതൽ 44 വരെ എന്ന് തിരുവചനം വായിച്ച്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള തിരുവചനം വായിച്ചു. വേഗത്തിൽ, നമുക്ക് അറിയാത്ത സംഭവം വേഗത്തിൽ വായിച്ചു. പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ, യേശു കർത്താവ് ആലയത്തിന് ഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ യേശു നക്കാൻ നിർത്തി ഒരു ഓഫറിംഗ് ബോക്സിന്റെ അകത്ത്, ഭണ്ഡാരത്തിന്റെ അകത്ത് എന്ത് ചെയ്യുന്നു? പണം ഇടും. നമ്മൾ ഈ പറഞ്ഞ ബാക്കിൽ ഒരു ഓഫറിംഗ് ബോക്സ് വെച്ചതുപോലെ ആ ഭണ്ഡാരത്തിൽ കൊണ്ട് പണം ഇടുന്ന പോലെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക അവരെ. ധനവാന്മാർ പലരും വളരെ ഇട്ടു. അപ്പൊ ഒത്തിരി ധനവാന്മാരും സമ്പത്തുള്ളവരും നന്മയുള്ളവരൊക്കെ വന്നു, അവർ ഒത്തിരി നന്മ ആ ഭണ്ഡാരത്തിൽ ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന്, അപ്പൊ അവിടെ വളരെ സാമ്പത്തികം കുറവുള്ള ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസക്ക് ശരിയായ 2 കാശ് ഇട്ടു. ഒരു 2 കാശ്, നമ്മുടെ പറഞ്ഞ 2 തുട്ട് ഇട്ടു, 2 കോയിൻ ഇട്ടു. നമുക്ക് ചിന്തിച്ചു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാർ, അതുവരെ വിളിക്കാത്ത യേശു കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച്, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഭണ്ഡാരത്തിൽ ഒത്തിരി കൊണ്ടിട്ടവരുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം, എല്ലാവരെയും കൊള്ളിട്ടത് ഈ വിധവ. ശിഷ്യന്മാര് ചിന്തിച്ചാണ് യേശു എന്തോ ഇങ്ങനെ പറയുന്നതെന്ന്. യേശു ശ്രദ്ധിച്ചില്ലയോ? വിധവ കൊണ്ടിട്ടത് 2 കാശ്. പണക്കാരും ദരിദ്ര ധാരാളമുള്ളവര് അവർ ധാരാളം ഇട്ടു. പക്ഷെ യേശു പറയാ അതല്ല വലുത്, ഈ മകൾ ഇട്ടതാണ് വലുത്. അതിന് കാരണം പറയുന്നത് എന്താണ്? എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു. അപ്പൊ അവരിട്ടത് അവർക്കുണ്ടായിരുന്നു, അവരുടെ സമൃദ്ധിയിൽ നിന്ന് ദൈവത്തിന് എന്ത് ചെയ്തു? കൊടുത്തു. നല്ല കാര്യം. പക്ഷേ ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന്, അവരുടെ ഇല്ലായ്മയിൽ നിന്നും തനിക്കുള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ടു. അവരുടെ ഉപജീവനം മുഴുവൻ ഇട്ടു. അപ്പൊ അതും ദൈവം കാണുന്ന ദൈവമാണ്. മറ്റൊരു അവിടെ ഉള്ള നന്മയിൽ ഇട്ടു. പക്ഷെ ഇവളിട്ടത് അതല്ല, തന്റെ ഉള്ളതെല്ലാം ഉപജീവനം ഉൾപ്പെടെയാണ് എന്ത് ചെയ്യുന്നത്? കൊണ്ട് ആ ഭണ്ഡാരത്തിൽ കൊണ്ട് ഇട്ടത്. യേശു പറയാണ് എല്ലാവരേക്കാൾ കൊണ്ടിട്ടത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വേറെ ആരും കണ്ടില്ലേലും മനസ്സിലാക്കുന്ന ഒരു വിശ്വസ്തനായ ദൈവം, കാണുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ബൈബിളോടും നീളം പരിശോധിക്കുമ്പോൾ ഇങ്ങനെ വിശ്വസ്തയോടെ നിന്ന ഓരോരുത്തരെയും ദൈവം കണ്ട് അവരുടെ കുടുംബത്തെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? രക്ഷിച്ചിട്ടുണ്ട്. 3, ദൈവം ആരെയാ കാണുന്നത്? ലോകം കാണാത്തവനെ, ലോകത്തിന് മനസ്സിലാക്കാത്തവനെ, ലോകത്തിന്റെ കണ്ണിൽ അത്ര നല്ലതല്ലാത്തവനെ ദൈവം കാണും. ഹല്ലേലൂയ. മറ്റുള്ള കണ്ണിൽ അത്ര തോന്നത്തില്ല, പക്ഷെ ദൈവം അവനെ കാണുന്ന ദൈവമാണ്. നമുക്കറിയാം ദാവീദിന്റെ ജീവിതാനുഭവങ്ങൾ വരുമ്പോൾ 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ എടുക്കുമ്പോൾ ഇസ്രായേലിന് അടുത്ത രാജാവായിട്ട്, ശൗലിന് രാജാവായിട്ട് ദൈവം ഒരാളെ തിരഞ്ഞെടുക്കാൻ പോവുക. ദൈവം ശമൂവേൽ പ്രവാചകനോട് പറയുന്നുണ്ട്,
16:1 മാത്രം ഒന്ന് വായിച്ച് എന്നിട്ട് ബാക്കി നമുക്ക് അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക, ഞാൻ നിന്നെ ബേത്ലഹേമിനായ ഇശ്ശായിയുടെ അടുക്കൽ അയക്കും, അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഇശ്ശായിയുടെ വീട്ടിലേക്ക് ചെല്ലുക, കൊമ്പിൽ തൈലമായിട്ട് പോവുക, ആ മക്കളിൽ ഒരുത്തനെ ഞാൻ എന്ത് ചെയ്യാ? രാജാവായി കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. രാജാവ് അവൻ എന്ത് ചെയ്തിരിക്കുന്നു? കണ്ടിരിക്കുന്നു. അവൻ കൊമ്പിൽ തൈലമായിട്ട് പുറപ്പെട്ടു, ഇശ്ശായിയുടെ ആ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോ അവന്റെ മക്കൾ ഓരോന്നോരോന്ന് വരുന്ന കണ്ടു. ഇനി ശ്രദ്ധിച്ചോണം, 16:6 തൊട്ട് ഒന്ന് വായിച്ചു. 16:6 തൊട്ട്. അവർ വന്നപ്പോൾ അവൻ ഏലിയാബിനെ കണ്ടിട്ട് യഹോവയുടെ മുൻപാകെ അവന്റെ അഭിഷിക്തൻ ഇതാ എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. മനുഷ്യൻ കാണുന്നത് ഏറ്റവും നല്ലതിനാ കാണുന്നത്. ദൈവം പറഞ്ഞു ഇശ്ശായിയുടെ വീട്ടിൽ ചെല്ലുക. ഇശ്ശായിയുടെ വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യുക? അവൻ ഒരുത്തരം ഞാൻ കണ്ടിട്ടുണ്ട്, തലമുറ രാജാവായിട്ട് അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ അവൻ ചെന്നപ്പോ ഏറ്റവും മനോഹരമായ ഒരു പയ്യൻ വരുന്നു, അവനായിരിക്കുന്നു. പക്ഷെ ദൈവം പറഞ്ഞു അങ്ങനെ നീ പൊക്കോ വണ്ണോ ഒന്നും നോക്കരുത്, ഞാൻ ഹൃദയം നോക്കുന്ന ദൈവമാണ്. ഇനി താഴോട്ടൊന്ന് വേഗത്തിൽ വായിച്ചു. പിന്നെ ഇശ്ശായി അമീനാദാബിനെ വിളിച്ച് ശമൂവേലിന്റെ മുമ്പിൽ നിർത്തി. എന്നാലേ അവൻ, യഹോവ ഇവനെയും തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇശ്ശായി ശമ്മയും വരുത്തി, ഇവനെയും യഹോവ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഇശ്ശായി 7 പുത്രന്മാരെ ശമൂവേലിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. എന്നാൽ ശമൂവേൽ ഇശ്ശായിയോട്, യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നിന്റെ പുത്രന്മാർ എല്ലാവരും ആയോ എന്ന് ശമൂവേൽ ചോദിച്ചു. ഡൗട്ട്, നിന്റെ പുത്രന്മാരിൽ എല്ലാവരും എന്ത് ചെയ്യാ? ഇവിടെ ആയോ വന്നോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അപ്പം പറയാണ്, ഈ അപ്പനെ ഇതുവരെ മറച്ചു വെച്ചത് വെളിപ്പെടുക. അവൻ ഇനി ഉള്ളതിൽ ഇളവിനുണ്ട്. അയ്യോ പ്രവാചക, ഞാൻ ഇവിടെ വിളിക്കാത്തതാ, ഈ രാജാവിന് പറ്റിയ ആളൊന്നുമല്ല. ഇളയൊരുത്തനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കാകുന്നു എന്ന് പറഞ്ഞു. അവൻ ആടുകളെ മേയ്ക്കാന്ന് പറഞ്ഞു. ശമൂവേൽ ഇശ്ശായിയോട്, ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടില്ലാതെ നാം പന്തിക്ക് ഇരിക്കയില്ല എന്ന് പറഞ്ഞു. അവൻ വന്നിട്ടില്ലാതെ ഞാൻ പന്തിയിൽ ഇരിക്കയില്ല എന്ന് പറഞ്ഞു. ഇനി വേഗത്തിൽ. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. കണ്ടോ? ഹല്ലേലൂയ. എല്ലാവരും മാറ്റി നിർത്തിയ ദാവീദ്. ഹല്ലേലൂയ. പക്ഷെ ദൈവം പറഞ്ഞു അവനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് എന്ന്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താ പറയുക? ആരൊക്കെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നിന്നെ ഒതുക്കിയാലും, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ നീ മുന്നരെ കൊണ്ടുവരും. എന്റെ ദൈവത്താൽ അത് സംഭവിച്ചിരിക്കും. ഇന്ന് പകൽ ചിലതിനോട് ദൈവം പറയുന്നു, നിന്റെ ജീവിതത്തിനകത്ത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ചിലതിന്റെ ജീവിതത്തിന്റെ അകത്ത് ജീസസ് പ്രാർത്ഥിക്കാൻ പോകും. അതിൽ മുമ്പ് ഒറ്റ കാര്യം, നമ്മുടെ വേദന അറിയുന്ന, നമ്മുടെ വിശ്വസ്തത അറിയുന്ന, ആരും അറിയാത്തവരെ അറിയുന്നൊരു ദൈവം. ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ ബന്ധനത്തെ കാണുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ ബന്ധനത്തെ, നമ്മുടെ വേദന കാണും, എല്ലാം കാണും, പക്ഷെ ബന്ധനത്തെ ദൈവം, അല്ലെങ്കിൽ അനീതി ശത്രു ചെയ്തുകൊണ്ട് അത് ദൈവം കാണും. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 10-ാമത്തെ വാക്യം എടുത്ത് വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ഇങ്ങനെ പറഞ്ഞു, ഒരു ശബത്തിൽ യേശു പള്ളിയിൽ, ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു. 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ച ഒരു സഹോദരി, കൂനിയ സഹോദരി ഉണ്ടായിരുന്നു. 13-ന്റെ 12 ഒന്ന് വായിച്ചേ. യേശു അവളെ കണ്ട്. നോക്കട്ടെ,
കഴിഞ്ഞ 18 സംവത്സരമായിട്ട് എന്ത് ചെയ്താ? കൂനിയായിട്ട്. അവളെ ആര് കണ്ടു? യേശു. അവളെ വിളിച്ചിട്ട്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇത്രയേ ഉള്ളൂ. അവളെ കണ്ട് കർത്താവ് കരം വെച്ച് തൊട്ടു. അവിടെ ബന്ധനം കഴിഞ്ഞ് അവർ നിവർന്നു. ഇത്രയും നാളായിട്ട് അവർക്ക് നിവരാൻ പറ്റാത്ത വർഷങ്ങളായി. യേശു അവളെ കണ്ടു. അതിൻ്റെ അർത്ഥം നമ്മൾ എത്ര നാൾ ബന്ധനത്തിൽ കിടക്കുന്നോ അത് അറിയുന്ന ദൈവമാണ്. ഇസ്രായേൽ ജനം 430 വർഷം ബന്ധനത്തിൽ കിടന്നു. അവിടെ നിന്നാണ് പിടിവിച്ചും ഇസ്രായേലിൽ നിന്നും കർത്താവ് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഇന്ന് പകൽ നമ്മുടെ ബന്ധനങ്ങളെ അറിയുന്നൊരു ദൈവമാണ്, അത് കാണുന്ന ദൈവമുണ്ട്. ഇന്ന് ചിലർ, അയ്യോ ഞാൻ കുറച്ച് നാളായി ഞാനും എൻ്റെ കുടുംബവും ഒരു ബന്ധനത്തിൽ അകപ്പെട്ട അവസ്ഥയിൽ കടന്നു പോകുന്നു എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഞാൻ ആത്മാവിൽ ദൂത് പറയാം, കർത്താവ് ബന്ധനത്തെ അഴിക്കാനും സമയമുണ്ട്. ചിലതിന്റെ ബന്ധനത്തെ ദൈവം അഴിക്കും.